അതുകൊണ്ട് ഇല്ലില്ല എൻ്റെ കാര്യം ചോദിക്കുക. അല്ല ഇതാ ഇനിയില്ലെങ്കിൽ ഞാൻ മീഡിയ കാണുന്നു. പള്ളിക്കകത്ത് എൻ്റെ ആചാരപൂർവമായ ചടങ്ങിന് വരരുത് എന്ന് ഞാൻ പറഞ്ഞ് സൗണ്ട് വീഡിയോ എനിക്ക് വേണം. ഇല്ലെങ്കിൽ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. ഗംഭീരമായിട്ട് പോകുന്നു. എന്നെക്കുറിച്ച് മാത്രം ചോദിക്കുക. കാരണം ഞാൻ ഫോട്ടോസിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. ആര് വരുന്നു, ആര് പോകുന്നു, ഇതിനൊക്കെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇല്ലില്ല എൻ്റെ കാര്യം ചോദിക്കുക. അല്ല ഞാൻ അതന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് BJP-യുടെ സാന്നിധ്യമായിട്ടുണ്ട്. അത് പേടിച്ചിട്ടാണോ ചില സ്ഥാനാർത്ഥികൾ മാറുന്ന സ്ഥിതി വരുന്നത്? അതൊന്നും ചോദിക്കാതൊക്കെ അവരുടെ സംഘടനയുടെ കാര്യമാണ്. അവർ തീരുമാനിക്കട്ടെ. എനിക്ക് പ്രസക്തിയില്ല. എനിക്ക് വോട്ടേഴ്സ് മാത്രമാണ് പ്രസക്തമായ ഘടകം. ഇതിനാണ് ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. അത് സുരക്ഷയുടെ ചുവരെഴുത്ത് തുടങ്ങി അതൊക്കെ അവരുടെ കാര്യം. നിങ്ങൾ എന്തിനാ എൻ്റെ പേരെഴുതി ഞാൻ വന്നില്ലേ? ഞാൻ വോട്ട് ചോദിക്കുന്നില്ലേ? എൻ്റെ വോട്ടേഴ്സ് ഇല്ലേ? അയ്യോ, അത് അവരുടെ പ്രശ്നം. എനിക്കറിയത്തില്ല. അവർ പറയുന്നത് കെ മുരളീധരൻ വന്നു കഴിയുമ്പോൾ 3-ാം സ്ഥാനത്ത് പോകുന്നത്. 3-ാം സ്ഥാനത്തോ 10-ാം സ്ഥാനത്തോ പോട്ടെ. അതിനെന്താ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത്? അതിനെന്താ? ആയിക്കോട്ടെ. ജനമല്ലേ തീരുമാനിക്കുന്നത്? അവരല്ലല്ലോ തീരുമാനിക്കുന്നത്. ജനമല്ലേ തീരുമാനിക്കുന്നത്? വോട്ടേഴ്സല്ലേ തീരുമാനിക്കുന്നത്? ഇത് ഗംഭീരമായി, ഒന്നുകൂടെ ഗംഭീരമായി. നിങ്ങൾ BJP-യുടെ കാര്യം, എൻ്റെ കാര്യം, കോൺഗ്രസിന്റെ കാര്യം അവരെടുത്ത് ചോദിക്കും. നിങ്ങൾ ആദ്യം ആ പള്ളിയിൽ നിങ്ങൾ എന്തിനു വന്നു എന്ന് ഞാൻ ചോദിച്ച ബൈറ്റ് എനിക്കിതാ ഇനിയില്ലെങ്കിൽ ഞാൻ മീഡിയ കാണുന്നു. പള്ളിക്കകത്ത് എൻ്റെ ആചാരപൂർവമായ ചടങ്ങിന് വരരുത് എന്ന് ഞാൻ പറഞ്ഞ് സൗണ്ട് വീഡിയോ എനിക്ക് വേണം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇനി കാണില്ല. വെരി സോറി. അത് വാശി തന്നെ. താങ്ക് യു.